വഞ്ചിപ്പാട്ടാണല്ലേ മക്കളെ? അതെ. അതാ കൃഷ്ണമൊക്കെ ആയിട്ട് ആറന്മുളയിലേക്കാണോ? ആറന്മുള വഞ്ചിപ്പാട്ടാണ്. ആറന്മുള വഞ്ചിപ്പാട്ടും പുന്നമട വഞ്ചിപ്പാട്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി എന്നാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല. അതിന്റെ താളം ഇതാണ് സാധനം. അപ്പം ഞാനൊരു ഈ വഞ്ചിപ്പാട്ടൊക്കെ കേട്ടാൽ നമ്മൾ അറിയാതെ തുള്ളി പോകും. അത് ഏകദേശം എനിക്കും വരുന്നുണ്ട്. ഞങ്ങൾ ആറന്മുളക്കാർക്ക് ഇതൊരു വികാരമാണ്. എന്തായാലും നമ്മുടെ കൂട്ടത്തിൽ ഉള്ള രണ്ട് പാട്ടുകാരുണ്ടല്ലോ, സോണലും രാഹുലും. സോണല കുട്ടികളുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് പാട്ടിലേക്ക് എത്തി. ഇത്രയും വഞ്ചിപ്പാട്ടിനെ പറ്റി പരിജ്ഞാനമുള്ളപ്പോൾ കൂടുതൽ പറഞ്ഞ് നമ്മൾ കുളമാക്കേണ്ടതായിട്ടില്ല. പക്ഷെ വഞ്ചിപ്പാട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് വടക്കുന്നാണ്, കുറച്ച് വടക്കുന്നാണ്. അപ്പൊ എവിടുന്നാണ്? കണ്ണൂരിന്നാണ്. കണ്ണൂരുകാര് വഞ്ചിപ്പാട്ടുമായിട്ട് വന്നിരിക്കുകയാണല്ലേ? രാവിലേട്ടാ, ഈ വഞ്ചിപ്പാട്ടിന് ചില പ്രത്യേകത ഉണ്ട്. ആ മാഷ് തന്നെ അതിനെ കുറിച്ച് പറയില്ല. നമസ്കാരം. അതായത് ഇത് പാടുന്നത് വടക്കുന്നുള്ള പറഞ്ഞ പോലെ വടക്കുന്നുള്ള കണ്ണൂരത്തെ പിള്ളേരെ വഞ്ചിപ്പാട്ട് പാടുന്നത്. ഇവിടെ നിന്ന് അതിൽ ആറന്മുളക്കാരൊരു പാട്ട് പാടി. ഇത് പഠിപ്പിച്ചാണെങ്കിൽ ഒരു മലപ്പുറംകാരനെ പഠിപ്പിച്ചത്. എൻ്റെ പേര് മനു എന്നാണ്. പിന്നെ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ എഴുതിയ ഒരു പുതിയ പാട്ട് വരുന്നത്. സാധാരണ പാട്ട് വരുന്നത് ബുക്കിൽ നിന്ന് എടുത്തിയ പഴയ പാട്ടുകളെ ബുക്കിൽ നിന്ന് പാടുന്നത്. ഇത് പഠിപ്പിച്ചത് ഒരു മലപ്പുറംകാരനാണ്. അതുപോലെ തന്നെ പാട്ട് എഴുതിയത് ഒരു മലപ്പുറംകാരനാണ്. പാട്ട് എഴുതിയത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. കേട്ടപ്പോ കൊതിയായി കേൾക്കാനായിട്ട്. പാട്ട് കേൾക്കാം. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. വിശ്വമെല്ലാം വാണിടുവാൻ വിശ്വമെല്ലാം വാണിടുവാൻ വിശ്വമെല്ലാം വാണിടുവാൻ പാണ്ഡവരിൽ വൻപനായ വിശ്വമെല്ലാം വാണിടുവാൻ പാണ്ഡവരിൽ വൻപനായ വിശ്വമെല്ലാം വാണിടുവാൻ പാണ്ഡവരിൽ വൻപനായ തകര തികിതോ തകതീയതിത്തോ തിത്തോ തികിതോ അസ്ത്രവിദ്യാ നിപുണനാ അസ്ത്രവിദ്യാ നിപുണനാ അസ്ത്രവിദ്യാ നിപുണന അർജുനൻ താനും അസ്ത്രവിദ്യാ നിപുണന അർജുനൻ താനും അസ്ത്രവിദ്യാ നിപുണന അർജുനൻ താനും ഓ തകത തികിതോ തകതീയതിത്തോ തിത്തോ തികിതോ. കുറ്റമറ്റ കുരുക്ഷേത്ര കുറ്റമറ്റ കുരുക്ഷേത്ര കുറ്റമറ്റ കുരുക്ഷേത്ര യുദ്ധഭൂവിൽ സ്ഥിതി ചെയ്തു. കുറ്റമറ്റ കുരുക്ഷേത്ര യുദ്ധഭൂവിൽ സ്ഥിതി ചെയ്തു. കുറ്റമറ്റ കുരുക്ഷേത്ര യുദ്ധഭൂവിൽ സ്ഥിതി ചെയ്തു. മക്കളെ, ഇത് കേട്ടിരിക്കണമെന്നുണ്ട്. പക്ഷെ നമുക്കൊന്ന് സമയം കുറവുകൊണ്ട് ഞങ്ങൾ ഇടപെടുകയാണ്, ക്ഷമിക്കണം. പമ്പയുടെ തീരങ്ങളിൽ ഞങ്ങളുടെ 52 കരകളിലും എല്ലാ തവണയും പുതിയ പുതിയ പള്ളിയോടങ്ങൾ ഞങ്ങൾ നീറ്റിലിറക്കാറുണ്ട്. അപ്പോഴെല്ലാം ഞങ്ങളുടെ നാട്ടിൽ ഇതിങ്ങനെ പോകുമ്പോഴെല്ലാം ഈ താളമാണ്, ഈ ഈണവുമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇത് കേട്ടാൽ ഞാനിങ്ങനെ കേട്ടിരിക്കും. അതുകൊണ്ട് മോത്തി ഇടപെട്ടു. ഏതായാലും ഒരുപാട് സന്തോഷം മക്കളെ. ഇനിയും ഉണ്ട് മത്സര ഇനങ്ങളെന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് എന്താ ഉള്ളേ? വഞ്ചിപ്പാട്ട് ഇന്നാണ്. അപ്പം മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ ആയിരുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ പെർഫോമൻസ്. ഒരുപാട് സന്തോഷം, വിജയാശംസകൾ മക്കളെ.